ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 37-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. അവൻ, അതായത് കർത്താവായ യേശു ക്രിസ്തു, അവരുടെ മുൻപിൽ നിരവധി അടയാളങ്ങൾ കാണിച്ചു. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി, രോഗികളെ സുഖപ്പെടുത്തി, മുടന്തനെ നടക്കുമാറാക്കി, 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ത്തെ പരിപോഷിപ്പിച്ചു, കടലിന്മീതെ നടന്നു, ജന്മനാ കുരുടരായവർക്ക് കാഴ്ച നൽകി, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചു. ഇത്ര വളരെ അത്ഭുതങ്ങൾ തെളിവായി ചെയ്തിട്ടും ആളുകൾ അവനിൽ വിശ്വസിച്ചില്ല. തെളിവുകളുടെ അഭാവമായിരുന്നില്ല അവരുടെ അവിശ്വാസത്തിന് കാരണം. അവരുടെ പാപങ്ങൾ അംഗീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. യേശുക്രിസ്തു മാനവരാശിയെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കാൻ ക്രൂശിൽ നമുക്ക് പകരമായി നീചമൃത്യു സഹിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. നാം അവനിൽ വിശ്വസിക്കേണ്ടതാകുന്നു. എന്നാൽ മനുഷ്യർ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ, അതായത് പാപത്തെ സ്നേഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം, പ്രവൃത്തി, മരണം, പുനരുത്ഥാനം എന്നിവയുടെ എല്ലാ തെളിവുകളും ഇന്ന് ഉണ്ട്. എന്നിട്ടും ആളുകൾ അവനെ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. യേശുക്രിസ്തു ചരിത്രത്തെ 2ആയി വിഭജിച്ചു: ക്രിസ്തുവിന് മുമ്പും ശേഷവും. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നത് എന്താണ്? പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൽ ദൈവസ്നേഹം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അവനിലുള്ള വിശ്വാസത്താൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാം. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ.